CSK ആദ്യ മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അടിവാരത്ത് നിന്ന ടീം പലരും എഴുതി തള്ളിയ ടീം മികച്ച കംബാക്കാണ് CSK നടത്തിയത്. ഇന്ന് ടോപ്പിൽ നിൽക്കുന്ന ടീമുകളെ പോലും നേരെ നിന്ന് വെല്ലുവിളിക്കാൻ CSKക്ക് പറ്റും. അത്രയും മികച്ച സ്കോഡ് CSKക്ക് ഉണ്ട്. അത്രയും മികച്ച പെർഫോമൻസ് CSK കാഴ്ചവെക്കുന്നുമുണ്ട്. നമ്മൾ എടുത്തു പറഞ്ഞതാണ് ഇന്നത്തെ രാവിലെ ഇട്ട വീഡിയോയിൽ. CSKയുടെ ബൗളിംഗ് ഏറ്റവും മികച്ച ഡിസിപ്ലിനോട് കൂടിയ ബൗളിംഗ് ആണ്. വളരെ ഇമ്പ്രൂവ്മെന്റ് അവർ വരുത്തിയിട്ടുണ്ട് എന്ന്. ഏറ്റവും മികച്ച രീതിയിൽ ഡെത്ത് ഓവർ കൈകാര്യം ചെയ്ത ഓവർടണ് ഇന്ന് അവർ ഒരു ഓവറാണ് കൊടുത്തത്. കാരണം ബാക്കിയുള്ള ഒരു ഓവർ എറിയാനുണ്ട്, എറിയുന്നവർ മികച്ച രീതിയിൽ പന്ത് എറിയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഡെത്ത് ഓവറിന് പോലും അവർക്ക് 2 ഓവർ കൊടുക്കാൻ പറ്റിയില്ല. ഒരു ഓവർ കൊടുക്കാനേ പറ്റിയിട്ടുള്ളൂ, ബാക്കിയുള്ള ഒരു ഫോം ആയതുകൊണ്ട്. അതാണ് അവരുടെ ബൗളിങ്ങിന്റെ ഇമ്പ്രൂവ്മെന്റ്, മികവ്. ഡൽഹിയെ ചെറിയ റണ്ണിൽ 155 റൺസിൽ ഒതുക്കാൻ CSKക്ക് പറ്റി. ഒരു രീതിയിലും പ്രഷറില്ലാതെ തന്നെ CSK അത് ചേസ് ചെയ്തു. സഞ്ജു ഇന്നും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 87 റൺസ് എങ്ങനെ കൊടുത്തു. CSK ജയിച്ച 5 മത്സരത്തിൽ 4 മത്സരത്തിലും സഞ്ജു മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ബാറ്റ് കൊണ്ട്. പക്ഷെ ഇന്നത്തെ ക്രെഡിറ്റ് ശരിക്കും സഞ്ജുവിനുള്ളതല്ല, അത് ബൗളേഴ്സിനുള്ളതാണ്. അത്രയും ഡിസിപ്ലിനോട് കൂടി അത്രയും മികച്ച രീതിയിൽ ബോൾ എറിഞ്ഞു. ഡൽഹിയുടെ പേരുകെട്ട വമ്പന്മാരെല്ലാം അനായാസം എടുത്തു. ഫസ്റ്റത്തെ 10 ഓവർ കഴിയുമ്പോൾ തന്നെ കളി CSKയുടെ ഭാഗത്തേക്ക് ആക്കാൻ CSKക്ക് പറ്റി. ഡൽഹി പുറത്തായി. ഇനി 7 ടീമുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിലൊരു ടീം പോലും പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല. CSKക്ക് നല്ല സാധ്യതയുണ്ട്. 4 മത്സരത്തിൽ 3 മത്സരം ജയിച്ചാൽ മതി. ഇത് സഞ്ജുവിന്റെ CSK ആണ്. അവരെ നിങ്ങൾ ഭയക്കണം. അവർ തിരിച്ചു വരാണ്. അവർക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടിയെടുക്കാൻ ഒരുപാടുണ്ട്. അവർ തുടർച്ചയായി മത്സരങ്ങൾ ജയിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു. ഓരോ താരങ്ങളും ഓരോ മത്സരം കഴിയുമ്പോൾ ഇമ്പ്രൂവ് ആകുന്നു. CSK ഡേഞ്ചറസ് സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ മത്സരം നമുക്ക് അതിനിർണായകമാണ്. നാളെ നമുക്ക് ജയിച്ചേ പറ്റും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ CSKക്ക് വേറൊരു പ്ലസ് പോയിന്റ് കൂടിയുണ്ട്. ഇനിയുള്ള 4 മത്സരത്തിൽ 2 മത്സരം പുറത്തായ LSGക്കെതിരെയാണ്. പുറത്തായതുകൊണ്ട് ഒന്നെങ്കിൽ അവർ ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല, എന്തെങ്കിലും ആവേശം മരണം അടിയടിക്കും. അതുകൊണ്ട് തന്നെ അവർ ജയിക്കണം എന്നുള്ളതിൽ കളിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ അങ്ങനെ കളിക്കുമ്പോൾ ചെറിയൊരു ഡേഞ്ചറസും ഉണ്ട്. അതായത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർ ചിലപ്പോൾ വമ്പൻ കളി കളിച്ചാളും. മുംബൈ ഇന്ത്യൻസ് കണ്ടില്ലേ, കഴിഞ്ഞ കളി ഒന്നും നഷ്ടപ്പെടാനായിട്ട് വമ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചത്. പേടില്ലാതെ കളിക്കും. അത് ചിലപ്പോൾ CSKക്ക് തിരിച്ചടിയാകും, ചിലപ്പോൾ അത് ഗുണമാകും. അത് കണ്ടറിയണം. എന്തായാലും അടുത്ത 2 മത്സരവും LSGക്കെതിരെയാണ്. CSK ഇതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഓരോ റണ്ണിനും വില ഉണ്ട് എന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി കളിച്ചു കഴിഞ്ഞാൽ ആ 2 ജയം അത് CSK നല്ല രീതിയിൽ പോയിന്റ് ടേബിൾ ബൂസ്റ്റ് ചെയ്യും. എതിരാളികളിലേക്ക് പ്രഷർ വരുത്താൻ സഹായിക്കും. പിന്നെ 2-ൽ 1 മത്സരം ജയിച്ചാൽ മതി, പ്രഷർ കുറയും. അപ്പൊ ഇനിയുള്ള 2 മത്സരം CSKക്ക് ഏറെ പ്രധാനമാണ്. എല്ലാവരും ഇതേ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് നോക്കാം.